വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ ഉറച്ചുകോട്ടയായ പൊന്നാനി നിലനിർത്താൻ വമ്പൻ നീക്കങ്ങളാണ് സിപിഐഎം നടത്തുന്നത്. പാർട്ടിയുടെ കരുത്തുറ്റ മുഖവും യുവാക്കൾക്കിടയിലെ തീപ്പൊരി സഖാവുമായ എം സ്വരാജിനെ തന്നെ മണ്ഡലത്തിലിറക്കി മണ്ഡലം കാക്കാനാണ് സിപിഐഎമ്മിന്റെ ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ അപ്രതീക്ഷിത മുന്നേറ്റം സിപിഐഎം നേതൃത്വത്തെ ഗൗരവമായ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചെന്നാണ് കണക്കുകൂട്ടേണ്ടത്. നിലവിലെ MLA P നന്ദകുമാറും പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള TM സിദ്ദിഖും പരിഗണനാ പട്ടികയിലുണ്ടെങ്കിലും ഒരു വമ്പൻ പോരാട്ടത്തിന് സ്വരാജ് തന്നെ വേണമെന്ന വികാരമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നത്. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ 1278 വോട്ടിന്റെ ചെറിയ മേൽക്കൈ UDFിനുണ്ട്. ഇതാണ് സിപിഐഎമ്മിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും. മണ്ഡലത്തിലെ 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ 4 UDFിനൊപ്പമാണ്. ആലംകോടും പെരുമ്പടപ്പും മാറഞ്ചേരിയും നന്നമ്മുക്കും UDFിന് ലഭിച്ചപ്പോൾ LDFിന് ഭരണം നിലനിർത്താനായത് പൊന്നാനി നഗരസഭയിലും വെളിയങ്കോട്ട് പഞ്ചായത്തിലും മാത്രമായിരുന്നു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും നിലവിൽ UDFിന്റെ കൈവശമാണ്. പൊന്നാനിയുടെ പ്രാദേശിക നേതാവായ TM സിദ്ദിഖിന്റെ പേര് പരിഗണനയിലുണ്ട്. കഴിഞ്ഞ തവണ സിദ്ദിഖിനായി പ്രവർത്തകർ തെരുവിലിറങ്ങിയ സാഹചര്യം ഇത്തവണ പാർട്ടി ഗൗരവമായി കാണുന്നുമുണ്ട്. വെളിയങ്കോട് പഞ്ചായത്ത് LDFിന് ലഭിക്കുന്നതിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിലും സിദ്ദിഖിന്റെ സ്വാധീനം വ്യക്തമാണ്. എങ്കിലും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന എം സ്വരാജിനെ പോലൊരു നേതാവ് എത്തുന്നതോടെ മണ്ഡലം നിലനിർത്തി UDF തരംഗത്തിന് തടയിടാനാകുമെന്ന് CPIM കണക്കുകൂട്ടുന്നു. കോട്ട കാക്കാൻ സ്വരാജ് എത്തുമോ അതോ ജനകീയ മുഖമായ TM സിദ്ദിഖിന് അവസരം ലഭിക്കുമോ? പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിർണയം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുമെന്നുറപ്പാണ്. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.